സർ, ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ വലിയ ദുഃഖത്തിലാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിൽ കാണാനായിട്ട് സാധിച്ചില്ല. ഇത്രയും വലിയൊരു വിജയം UDF നേടിയപ്പോൾ അദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. എന്താ സംശയം? അദ്ദേഹത്തെ പാർട്ടിയിൽ എടുത്തില്ലെങ്കിൽ പിന്നെ പാർട്ടി ഉണ്ട്. കോൺഗ്രസ് ഉണ്ടാവില്ല. പിന്നെ കോൺഗ്രസ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എടുക്കും, ഉറപ്പായിട്ടും എടുക്കും. ഒന്ന് എന്ന് പറയുന്നത് കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കും. അതപ്പോൾ സമയം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണി നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷാജനക്കടപ്പുള്ള ആളുകൾ ഇദ്ദേഹത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം, ഭയങ്കര മിടുക്കനാണ്, ഗംഭീരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, അല്ലെങ്കിലും ഇപ്പം ഈ കേസുകളുടെയൊക്കെ ഒരു അവസാനം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ആ കേസുകൾ കഴിയുമ്പോഴാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എടുക്കും. മിക്കവാറും അതിനു മുമ്പേ തന്നെ എടുക്കാനാണ് സാധ്യത. കാരണം ഇദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായിട്ടുള്ള, മിടുക്കനായിട്ടുള്ള, ഇത്രയും കരുവിരുതുള്ള ഒരാളെ അന്വേഷിക്കാൻ പറ്റും. തീർച്ചയായിട്ടും രാഹുലിനെ കോൺഗ്രസിൽ എടുക്കുക തന്നെയാണ്. കാരണം എന്താണ്, ഇപ്പം നിലവില് അതിൽ പിണറായിക്കെതിരെ വിരൽ ചൂണ്ടിയൊക്കെ സംസാരിക്കാൻ ആരുമില്ല യഥാർത്ഥത്തിൽ. ശരിയാണ്, ആർക്കും വിരലില്ലാത്തതുകൊണ്ടല്ല അത്, അവർക്കൊക്കെ വകതിരിവുള്ളതുകൊണ്ടാണ്. അല്ലാതെ അവർക്ക് വിരൽ ചൂണ്ടി സംസാരിക്കാൻ പുള്ളി വേണമെന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ അസംബന്ധമാണ്. പിന്നെ അതിൻ്റെ അല്ലേ പുള്ളി എടുക്കുന്നതുകൊണ്ട് ശോഭ കൂടും. കാരണം എന്ന് വെച്ചാൽ പിന്നെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യത്തിൻ്റെ ആവശ്യം വരില്ല. ഇപ്പോൾ ഒരു 5 കൊല്ലത്തേക്ക് എന്തായാലും എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സതീശൻ്റെ VD സതീശൻ്റെ ഇമേജ് ഇടിയും എന്നുള്ളത് കൊണ്ടിട്ട് സതീശൻ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണെങ്കിൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ജനം ഇതൊക്കെ മറന്നു തുടങ്ങണം. പക്ഷെ ഇതൊന്നും അത്ര പെട്ടെന്ന് ജനം മറക്കൂല. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോഴും വോയിസ് ക്ലിപ്പുകൾ, ഇനിയും വരാനിരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ, ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ. ഇനിയും വെടിപൊട്ടുന്നാണോ? അല്ല, ഇനി പൊട്ടാനൊന്നുമില്ലല്ലോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ ഈ മാധ്യമ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആരോടെങ്കിലും സംസാരിച്ച് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് അതിൽ കാര്യമില്ല. പിന്നെ ഇതൊക്കെ പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. കേസൊന്നും നിലനിൽക്കാൻ സാധ്യതയില്ല. കേസിൽ നിന്നൊക്കെ ലാസ്റ്റ് വിട്ടുവരുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള കുറേ നമ്മുടെ തേർഡ് റേറ്റ് യൂട്യൂബേഴ്സൊക്കെ ഇരുന്നിട്ട് അതാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗംഭീരനാണ്, തിരിച്ചു വരുന്നു, മടങ്ങി വരുന്നു എന്നൊക്കെ പറയും. അത്രേ ഉള്ള കാര്യം. അല്ലാതെ ഇതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ അങ്ങനെ പറയരുത്. പറഞ്ഞു, അങ്ങനെ പറയും. അങ്ങനെ തന്നെയാണ് പറയണത്. ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറയുള്ളൂ. ഞാൻ നിങ്ങളുടെ ചിലവിലല്ലല്ലോ ജീവിക്കണം. ഞാൻ ഇവിടുത്തെ സോഷ്യൽ മീഡിയ മറ്റേ കാളികൂളി സംഘത്തിൻ്റെ ചിലവിലും അല്ല ജീവിക്കണം. പിന്നെ നിങ്ങൾ അറിയേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയണത്. ഇന്ന് വരെ രാഹുൽ മാങ്കൂട്ടം വന്ന് മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചിട്ടില്ല. ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ധാർമ്മികമായിട്ട് ചെയ്തിട്ടില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിൻ്റെ വഴിയാണ് ന്യായീകരിക്കണത്? പിന്നെ ചിലരുടെയൊക്കെ ന്യായീകരണം കേട്ട് നമുക്ക് തന്നെ ഒരു ഉളുപ്പ് തോന്നും. നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ എന്ന് തന്നെ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം ആദ്യം അവർ പറയുന്നു ഇങ്ങനൊരു വാർത്തയില്ല, പിന്നെ പറയുന്നു ഇങ്ങനൊരു പെൺകുട്ടിയില്ല, പിന്നെ പറയുന്നു പെൺകുട്ടിയുണ്ട് പക്ഷെ ഇവൻ ശ്രീലമ്പനാണ്, ഇവൻ വൃത്തികെട്ടവരാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് 3 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത വീഡിയോ വരും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഗംഭീരനാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു, മാങ്കൂട്ടത്തിന്റെ വീഡിയോ വരുന്നു, ഭയങ്കര റീച്ചാണെന്ന് പറഞ്ഞ് നാളെ ഈ കേരളത്തിൽ നല്ല വ്യൂവർഷിപ്പ് ഉള്ള ഏതെങ്കിലും ചാനൽ ഇവന്റെ വീഡിയോ എടുത്തിട്ട് റീച്ചാണെന്ന് പറഞ്ഞാൽ കുറെ കൂടി കൂടുതൽ ആളുകളാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ക്രോക്കോച്ച് ജനതാ പാർട്ടിയുടെ പോലെ തന്നെ ആദ്യം ഒരു 50,000 പേരെ ഹൈപ്പ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ആളുകൾ ഭയങ്കരമായിട്ട് കയറുന്നു എന്ന് പറഞ്ഞാൽ അൽ ജസീറയിലും BBC-യിലും വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും വീണ്ടും ഒന്ന് എടുത്ത്. സാറേ, ഈ കോൺഗ്രസിൽ ഒരു ആവേശം ജനിപ്പിക്കാനായിട്ട് യുവ നേതാക്കളിൽ കുറവാണ്. അതായത് പൊതുവെ അവർ ഒരു സോഫ്റ്റ് നിലപാടും ഒരു അയ്യോ പാവം നിലപാടൊക്കെയാണ് പല കോൺഗ്രസ് പ്രവർത്തകരും കാണിക്കുക. തിരിച്ചടിക്കേണ്ടെന്നൊക്കെ ഉള്ളത്. പക്ഷെ രാഹുൽ അവിടെ വ്യത്യസ്തനാവുന്നത് അടിച്ചാൽ കരണക്കുറ്റി നോക്കി തിരിച്ചടിക്കണം എന്ന് പറയുന്ന ഒരു ഇമോഷണൽ രീതിയാണ് പുള്ളിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും ഒരു ആരാധക വൃന്ദം. ഇത്രയും ആരാധക വൃന്ദം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഗൗതത്തിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അടിച്ചാൽ തിരിച്ചടിക്കണം എന്നൊക്കെ ഉള്ളത് ഈ റീലുകളിലൂടെ രാഷ്ട്രീയം വളർത്താൻ തോന്നുന്നവരുടെ കാര്യമാണ്. അതിപ്പോ ഭരത്ചന്ദ്രൻ IPS ഡയലോഗ് പണ്ട് കേട്ടിട്ട് ആളുകൾ കോൾമേർ കൊള്ളുകയും സിനിമയിൽ എന്ത് ചെയ്യും കാണാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ആയുസ് കുറവാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് AK ആന്റണി മുതൽ ഉമ്മൻചാണ്ടി മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതൽ ഇപ്പോഴുള്ള ആളുകളൊക്കെ വരെയുള്ള ആളുകൾ. അതിന് ആയുസ് കുറവാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു ഇമേജ് ബിൽഡിങ്ങിന് സഹായിക്കും, അതിനപ്പുറത്തേക്ക് ഒന്നും സഹായിക്കില്ല. ഇപ്പോഴും ഓർമ്മയുണ്ട് ചില കോൺഗ്രസ് പ്രവർത്തകര് സന്ദീപ് വാര്യറിന്റെ മാറ്റത്തെക്കുറിച്ച് പറയുന്നത്. BJP-യിൽ ഉള്ളപ്പോഴുള്ള സന്ദീപ് അല്ല ഇപ്പം കോൺഗ്രസിലുള്ളപ്പോൾ. ആ സംസാരത്തിലും സ്വഭാവത്തിലും എന്തൊരു മാറ്റമാണ്, എന്തൊരു സൗമ്യതയാണ് വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നു ഗൗതം, നമുക്ക് തോന്നുന്നതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ കുറിച്ച് ഒരാൾ 56 ഇഞ്ച് നെഞ്ചളവുണ്ട്, ആഹാ എത്ര സുന്ദരനാണെന്ന് പറയാം. അതേസമയം AK ആന്റണിയെ കുറിച്ച് പറയുമ്പോൾ എത്ര സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്, വളരെ മിതമായിട്ടുള്ള ഭാഷ അദ്ദേഹം ഉപയോഗിക്കുള്ളൂ എന്ന് പറയാം. അന്ന് ആ ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിക്കുമ്പോഴത്തേക്കും നീ ആരടാ എന്ന് ചോദിച്ചുള്ള റീലുകൾ ഇടുമ്പോഴത്തേക്കും അത് ഗംഭീരമാണെന്ന് പറയാം. നമുക്ക് തോന്നുന്ന രീതിയിൽ എന്തിനു വേണമെങ്കിലും എന്ത് ചെയ്യാം, വ്യാഖ്യാനിക്കാം. അത്ര ഉള്ള ഇതിനകത്ത കാര്യം. റിനി ആൻഡ് ജോർജിനെ ക്രൂരമായി പീഡിപ്പിച്ചാരും അതിനെ ആസ്വദിക്കുന്ന ഒരു സമൂഹമുണ്ട് നമ്മുടെ നാട്ടിൽ.
തീർച്ചയായിട്ടും റിനിയാൻ ജോർജിനെ ക്രൂരമായി പീഡിപ്പിക്കും. അവളെ ക്രൂരമായി പീഡിപ്പിക്കുകയാണെങ്കിൽ അവൾ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമന്റ് എഴുതുന്ന ഒരുപാട് പേര് വരും. ഈ കമന്റ് എഴുതുന്ന ഒരേ ആളുകൾ കമന്റ് ഉള്ളികളിൽ കുറച്ച് മാനസിക രോഗികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അത്തരത്തിലുള്ള ആളുകളുണ്ട്. ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരൊന്നും കേരളീയ സമൂഹത്തിന്റെ പരിച്ഛേദമൊന്നുമല്ല. ആ പരിച്ഛേദമൊന്നും അല്ലാത്തത് കൊണ്ടാണ് ഇവരെ പുറത്തു നിർത്തുകയും രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തു നിർത്താൻ ശ്രമിച്ചിട്ടുള്ള വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് ആവശ്യപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്യുകയും ചെയ്തത്, വലിയ തോതിൽ ഹൈപ്പുണ്ടാവുകയും ചെയ്തു, അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു വെക്കുകയും കൃത്യമായിട്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഏറ്റവും ഒടുവിൽ പോലും ഇപ്പൊ കെ വി ഗണേഷ് കുമാറോട് തോറ്റുപോയത്. അപ്പൊ അത്തരത്തിൽ ജനം മുഴുവനായിട്ടും അങ്ങനെയല്ല. നിങ്ങൾ അറിയേണ്ടത് വളരെ ചെറിയൊരു ശതമാനം അതിൽ തന്നെ വലിയൊരു ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ പുരുഷ എന്താണ് കേസരി സംഘം, എന്താണ് പുരുഷ സേവാ സംഘം എന്ന് പറഞ്ഞൊരു സംഘമൊക്കെ മെൻസ് അസോസിയേഷൻ. ആ മെൻസ് അസോസിയേഷൻ എന്നല്ല, ശരിക്കും പറഞ്ഞാൽ മെൻസസ് അസോസിയേഷൻ തന്നെ. അപ്പൊ മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ സംഘം, അതിന്റെ കൂടെക്കാരായിട്ട് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആള്, ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വരൻ ജയിലിൽ കിടന്നില്ല, അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ട് നാട്ടിൽ. അങ്ങനെ പല ആളുകളുണ്ട്. അതായത് അവർക്ക് വേണ്ടി പോലും എന്ത് ചെയ്യാൻ ജയിലിൽ വരാൻ കിടക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ രാഹുൽ ഈശ്വരൊക്കെ വിചാരിച്ചു ഇതുകൊണ്ട് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു പോയാൽ സീറ്റ് കിട്ടുമെങ്കിൽ 8 നില പൊട്ടിയാല്. ഈ സോഷ്യൽ മീഡിയയിലെ തള്ളൊന്നും കണ്ട് ഇലക്ഷൻ ഒന്നും ഇറങ്ങരുത്. ഇപ്പൊ ദൈവത്തോർത്ത് ആരും. ഇപ്പൊ അഖിൽ മാരാര് പറഞ്ഞത്, അഖിൽ മാരാര് തൊട്ട് സൈഡിൽ നിൽക്കുന്ന RSSകാർ പറഞ്ഞത് ഇതെല്ലാം വോട്ടായി മാറിയാൽ ഇവിടെ ഒരു 10,000 വോട്ടിന് ജയിക്കുമെന്നാണ്. പക്ഷെ എന്റെ 10,000 വോട്ട് പോലും കിട്ടിയില്ല. അതായത് 20,000 വോട്ട് പോലും കിട്ടിയില്ല. കഴിഞ്ഞ 8 നില പൊട്ടി. റോബിനൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന തന്നെ ശരിക്കും പറഞ്ഞാൽ വിതരണമാണ്. ഇവനൊക്കെ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അത്തരത്തിലുള്ള വേഷം കെട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം, ഈ പറയുന്ന റിനി ആൻഡ് ജോർജിനെയൊക്കെ തന്നെ ശിക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന, അതിനുവേണ്ടി പെയ്ഡ് ആയിട്ടുള്ള കാശ് മേടിച്ചിട്ടുള്ള ആളുകൾ കൂടി ഇതിനെ ന്യായീകരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്ക് അതിൻ്റെതായ ഉദ്ദേശങ്ങളുണ്ട്, അല്ലാതെ അവരും ഇതറിയാതെ ന്യായീകരിക്കുന്നതല്ല. അപ്പൊ അവർക്കും അറിയാതെ ചെയ്തത് തെറ്റാണെന്നൊക്കെ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇനി വി.ഡി. സതീശൻ പോലും അദ്ദേഹത്തിന് ഈ റിനിയാൻ ജോർജിന്റെ കാര്യത്തിൽ പറഞ്ഞ അഭിപ്രായം ശരിയല്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വി.ഡി. സതീശനോട് ചോദിച്ചു റിനിയാൻ ജോർജിനെ കൂവിയില്ലെന്ന് ചോദിച്ചപ്പോൾ അത് സ്ത്രീകളായിട്ടുള്ള അവതാരകരടക്കം എന്ത് ചെയ്യുന്നില്ല, കളിയാക്കപ്പെടുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നില്ല. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല, അഴകുഴമ്പം മറുപടിയല്ല വേണ്ടത്. അന്ന് കൂവിയത് ആ തെറ്റായതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അണികൾ ആരും കൂടാൻ പാടില്ലാത്തതാണ്, അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പറയണം. പണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പണ്ട് പിണറായി പറഞ്ഞ പോലെ പറയണം. പിണറായി മറ്റേ VS അച്യുതാനന്ദന് വേണ്ടി കുറച്ച് ആളുകൾ വന്ന് മുദ്രാവാക്യം വിളിക്കുകയും കുറച്ച് പേര് മദ്യപിച്ച് വന്ന് ബഹളം ഉണ്ടാക്കുകയും ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പിണറായി ഏതാണ്ട് ഒരു 15 മിനിറ്റ് നിന്നങ്ങാണ്ട് ചീത്ത പറഞ്ഞായിരുന്നു സമ്മേളനത്തിൽ. ഇത് അന്ന് പിണറായി പറഞ്ഞതിലുള്ള ഏക കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ഉഷാവുതുപ്പിന്റെ ഗാനമേള അല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പത്രത്തിലുള്ള കാര്യം പറഞ്ഞു. ആ പോലെയുള്ള വർത്തമാനമാണ് പറയേണ്ടത്. പിന്നെ ഗൗതം അറിയേണ്ടത് ഇത് ഇന്ത്യയിൽ മാത്രമല്ലെന്നേ, ഇത് ലോകം മുഴുവൻ തന്നെ ഇത്തരത്തിൽ ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളോടൊപ്പം നിൽക്കാൻ പോകുന്ന ഒരു മെയിൽ ഷോവനിസ്റ്റ് എന്താണ് ആളുകളുണ്ട്. അത് ഗൗതം മനസ്സിലാക്കേണ്ടത് ഈ കൂവിയവരിലും ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്നവരിലും പോലുമല്ല, ജഡ്ജിമാരിലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ മുതൽ ഈ പറഞ്ഞ പോലീസ് അടക്കമുള്ള എല്ലാ വ്യവസ്ഥകളിലും യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ആണെങ്കിൽ അവരെ ഈക്വലായി കാണാത്തൊരു സമൂഹം ഇന്ത്യ രാജ്യത്തുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു സ്ത്രീ ഒരു മിനിറ്റ്, ഞാൻ ഇവിടുത്തെ ഒരു SHOയുടെ അടുത്ത് നിന്ന് ഒരു സ്ത്രീ പെൺകുട്ടി പരാതി പറയണേ, ഞാൻ രാത്രി 12 മണിക്ക് എന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നടന്നു പോയപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഒരുത്തം വന്ന് എന്ത് ചെയ്തു, ഒരു വൃത്തികേട് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യം വരാൻ പോണ ഇതാ, നിങ്ങൾ ഈ രാത്രി 12 മണിക്ക് അവിടെ പോയിരുന്നു. ശരിയല്ലേ? അതെന്തുകൊണ്ടാ? ഒരാണാണെങ്കിൽ വരുമോ? അത് നിങ്ങൾ രാത്രി 12 മണിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി, അപ്പൊ എന്താ ഞാൻ വെറുതെ അടക്കാൻ പോയതെന്നേ വരുമോ? ഞാൻ പിന്നെ നമ്മുടെ ഇവിടെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഗോതം അറിയേണ്ട ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങള് മറൈൻ ഡ്രൈവിൽ ഇറങ്ങിയത് ആ GCD അപ്പുറത്ത് നിന്ന് നിൽക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വെറുതെ തിരനോക്കി ഒരു 15 മിനിറ്റ് വർത്താനം പറയുമ്പോഴത്തന്നെ പോലീസുകാർ വന്നിട്ട് ചോദിക്കണം എന്താ ഇവിടെ ഇക്കടെന്ന് ചോദിച്ചു. വെറുതെ ഇക്കടാന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് ഒന്ന് ഞെട്ടി, എന്താന്ന് ചോദിച്ചു. അല്ല ഇവിടെ നിൽക്കാൻ, അല്ല ഈ 3 മണിയായിരുന്നു. ഞാൻ പറഞ്ഞു 3 മണിയാകുമ്പോൾ എന്താ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പൊ അവരല്ല നിൽക്കാം, പക്ഷെ നമ്മൾ ഇവിടെ കുറച്ചിങ്ങനെ ഈ മറ്റു പല പ്രവർത്തികളും സാമൂഹ്യ വിരുദ്ധരും ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ഡ്യൂട്ടി ആയതുകൊണ്ടാണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയുന്നു, എന്റെ സ്ഥാനത്തും സുഹൃത്തിന്റെ സ്ഥാനത്തും നാളെ 2 പെണ്ണുങ്ങളാണെന്നെങ്കിൽ എന്ത് ചെയ്യൂലേ? ഉറപ്പായിട്ടും എന്ത് ചെയ്യൂലേ? പിന്നെ അങ്ങനെ നിന്നാൽ തന്നെ നമ്മൾ എന്ത് വിചാരിക്കും, അവർ മോശക്കാരായിട്ടുള്ള ആളുകളാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ രാത്രി ഇറങ്ങൂലെന്ന് വിചാരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള പൊതു നിർമ്മിതികൾ നമ്മുടെ ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഉണ്ട്. ആ ഉള്ളതിനെ പതുക്കെ മാറണം. ആ മാറിയില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള പിള്ളേരൊക്കെ സ്ഥലം വിടും. കാനഡയിലോ
യൂറോപ്പിലോ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലോ ആണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. അവിടെ സ്ത്രീയും പുരുഷനും ഇറങ്ങി കിടന്നാൽ ഇവൻ ഇവിടെ നിന്ന് വിട്ട് ബാംഗ്ലൂർ പോലും രാത്രി ഒരാൾ ഇറങ്ങി കിടന്നുണ്ടെങ്കിൽ എന്താണ് ഈ പോണോ, പെങ്കുച്ച് ഒറ്റക്ക് പോകണ്ടോ, അന്ന് എന്തെങ്കിലും പ്രശ്നമായിരിക്കോ, അല്ലെങ്കിൽ റൂമുണ്ട് വന്നോ എന്നൊന്നും ആരും എന്ത് ചെയ്യൂല, ചോദിക്കൂല. അങ്ങനെയുള്ള ഞരമ്പന്മാര് കുറച്ച് കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. അതൊക്കെ അങ്ങോട്ട് പറയണം. അല്ലാതെ പ്രബുദ്ധരാണ്, ഭയങ്കര മിടുക്കരാണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യം. പലരുടെയും ദുഃഖവും വിഷമവും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റിനി തുണിയില്ലാതെയാണ് നടക്കുന്നത്. ഇവളുടെയൊക്കെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കും, തുണിയില്ലാതെ നടക്കുന്നവളുടെ. അതുകൊണ്ട് ഇവളൊരു കള്ളിയാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള പല നോഷനും ഉണ്ടല്ലോ. അതായത് അവര് ഒരു ഡ്രസ്സ് ധരിച്ചാൽ, നിങ്ങൾ ഗൗതം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളോട് വളരെ പരിചയമുള്ള, ഗൗതത്തിനൊക്കെ ഒരുപാട് പേര് പരിചയമുണ്ട്, അതൊന്നും ചോദിച്ചു നോക്ക്. ഈ പല വേഷവും ധരിക്കാൻ അവർക്ക് ആഗ്രഹമില്ലെന്ന് ചോദിച്ചു നോക്ക്. എനിക്കറിയാം പല സ്ത്രീകള്, എന്നെ നമ്മുടെയൊക്കെ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന പലരും ബാംഗ്ലൂർ അവര് ജീൻസ് ധരിക്കും, അവരുടെ ഗ്രാമത്തിലേക്ക് വരുമ്പോ അവര് ജീൻസ് പോലും ഇടൂല. പണ്ടത്തെ അവസ്ഥയാണ് ഈ പറയണം. ഈ 15 കൊല്ലം മുമ്പുള്ള അവസ്ഥയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ നാട്ടുകാരുടെയും കുറെ അമ്മാവന്മാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ പേടിച്ചിട്ടാ. പിന്നെ അവര് അവിടെ ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഈ പറയുന്ന ട്രൗസർ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി കിടക്കും. മനസ്സിലായ? ഇവിടെ ആകുമ്പോൾ ട്രൗസർ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി കിടന്ന് അപ്പൊ തന്നെ പോക്കാണെന്നുള്ള കാര്യം വരും. അപ്പൊ ഇതൊക്കെ കുറെ ധാരണകൾ. ഈ വിദേശത്തേക്കൊക്കെ പോണതിന്റെ ഒരു കാര്യം ഇതാണ്. ഇവിടെ ഇനി 30,000 അല്ല 50,000 കൊടുക്കാന്ന് പറഞ്ഞാലും ഇവിടെ നിൽക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ മര്യാദക്ക് ഇതുപോലെ ആരും ഒരു സ്വകാര്യതയിലേക്ക് നോക്കാതെ സുഖമായിട്ട് ജീവിക്കാം. ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്ത കുറെ ഈ പറഞ്ഞ പോലെ വൃത്തികെട്ട ആളുകളാണ് ഈ കൂവുന്നതും എന്ത് ചെയ്യുന്നതും സംഭാഷണം ഉണ്ടാകുന്നതും മാങ്കൂട്ടം തിരിച്ചു വരണമെന്നൊക്കെ പറയുന്നു. അതിനൊന്നും യാഥാർത്ഥ്യമില്ല. പിന്നെ തിരിച്ചൊക്കെ വരും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. തിരിച്ചു വരും, പിന്നെ ഉറപ്പായിട്ട് തിരിച്ചു. കാരണം കേസൊക്കെ വെറുതെ വിടും. ഈ 5 വർഷത്തിനുള്ളിൽ തിരിച്ചു വരും. 5 വർഷത്തിനുള്ളിൽ എന്ന് ഞാൻ പറയുന്നില്ല. അത് സതീശന് ഇരിക്കുന്നതുകൊണ്ട് കുറെ ഇച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. സതീശനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിലൊക്കെ മിക്കവാറും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, കേസൊക്കെ വിട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ ഒരു നിയമവ്യവസ്ഥയും നമ്മുടെ ഈ പറഞ്ഞ പോലെ നീതിന്യായ നിർവഹണവും ഒക്കെ വെച്ചിട്ട് ഉറപ്പായിട്ടും ഏതൊരു ആണിനും ധൈര്യമായിട്ട് കേസ് വാദിക്കാം. കാരണം 100-ൽ 99 കേസും ആണുങ്ങൾ എന്ത് ചെയ്യില്ല. സാർ, ഈ UDF ഇത്രയും വലിയൊരു വിജയം ലഭിച്ചതിന് ഒരു കാരണം റിനി കൂടി. അതാണ് ഞാൻ പറയാൻ വന്നത്. ഒരു കാരണം റിനി കൂടി. റിനിയാൻ ജോർജ് കൂടി പറഞ്ഞാൽ റിനിയാൻ ജോർജിന്റെ പുറത്ത് VD സതീശൻ എടുത്ത നിലപാടാണ് എന്ത് ചെയ്തത്. അതുകൊണ്ട് കൂടിയാണ് 2 കാര്യങ്ങൾ VD സതീശന് ഗുണം ചെയ്തു. ഒന്നെന്ന് വെച്ചാൽ VD സതീശൻ പറഞ്ഞത് അന്ന് അറിഞ്ഞപ്പോ തന്നെ ഒരച്ഛൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ പൊതുജനൊന്നും ചോദിച്ചില്ല. അച്ഛൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മിക്കവാറും പുള്ളി ഇവിടെ ചേർത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു വീട് ഒരെണ്ണം കൊടുത്തിട്ട് ഈ പണി ഇവിടെ നടത്തരുതെന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പാടില്ല. അത് പുള്ളി ചെയ്തിട്ടുണ്ടാവും എന്നാണ് ജനം പ്രതീക്ഷിക്കുന്നത്. അതിന്റെ കയ്യടി പുള്ളിക്ക് കിട്ടി. രണ്ടാമത്തത്, ബാക്കിയുള്ള എല്ലാവരും എതിർക്കുന്നു, പക്ഷെ സതീശൻ മാത്രം ഒറ്റക്ക് നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രാഹുലിനെ പുറത്ത് നിർത്തണമെന്ന് പറയുന്നു. അതിന്റെ കയ്യടിയും കൂടി പുള്ളിക്ക് കിട്ടി. യഥാർത്ഥത്തിൽ അന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, അന്ന് ഈ സതീശനെതിരെ സൈബർ അറ്റാക്ക് ആയിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞ സതീശൻ തീർന്നു, സതീശൻ ഇതോടുകൂടി ഇല്ലാതാവും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലെ അണികൾക്ക് പോലും സതീശനെതിരെ സൈബർ അറ്റാക്ക് എടുത്താൽ പേടിയാണ്. കാരണം എന്താ, സതീശൻ അതിനേക്കാളും വലിയ ആളായി മാറി. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്നേ ഗൗതത്തിന്റെ അടുത്ത് പറഞ്ഞു, ഈ പറയുന്ന ഡിഗ്രി ബാലന്മാരുടെ ഇതൊന്നും കാണിച്ചിട്ട് ആളെ പേടിപ്പിക്കാൻ നോക്കണ്ട. അതുകൊണ്ട് ഇപ്പൊ സാറ് പറഞ്ഞു UDF വിജയം നേടേണ്ട ഒരു കാരണക്കാരി റിനിയാൻ വിളിച്ച് എന്ത് ചെയ്യണം, ഒരു താങ്ക്സ് പറഞ്ഞ് എന്ത് ചെയ്യണം, കേക്കൊക്കെ മേടിച്ച് കൊടുക്കണ്ട. അതുകൊണ്ട് തന്നെയാണല്ലോ VIP പാസ് കൊടുത്തത്. VIP പാസ് കൊടുക്കണം, അതിൽ സംശയമൊന്നുമില്ല. VIP പാസ് കൊടുത്തത് അവരുടെ തമ്മിലുള്ള വീട്ടുകാരുമുള്ള ബന്ധവും സൗഹൃദവും ഒക്കെ വെച്ചിട്ടാണ്. അത് കൊടുത്തതിലൊന്നും തെറ്റില്ല. പിന്നെ ഇതൊക്കെ കൂവാൻ വേണ്ടി പുറത്ത് നിന്ന് ആളെ ഇറക്കി അവിടെ നിന്ന് കൂവിച്ച ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ തക്കിട തടിയുടെ പണിയൊന്നും കൊണ്ട് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ ആ പരിപാടിക്ക് വന്ന ഏറ്റവും വലിയ നാണക്കേട് എന്താന്ന് വെച്ചാൽ കൂവിയതാണ്. സാറേ, ഇതേപോലൊരു കൂവല് നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ നിന്നാണെന്ന് കേട്ടതെന്നറിയോ? തളിപ്പറമ്പിൽ നിന്ന്. TK ഗോവിന്ദൻ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ കുറെ പേര് കൂവി, പക്ഷെ അദ്ദേഹം ജയിച്ചു. ഇതൊക്കെ അതാണ് പറഞ്ഞ, ഓർഗനൈസ്ഡ് ആയി ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടത് കൊണ്ടൊന്നും ജനത്തിന്റെ മൊത്തത്തിലുള്ള വോട്ടങ്ങൾ മേടിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കരുത്. ഗൗതം പറഞ്ഞ കറക്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് അവിടെ നിന്ന് അദ്ദേഹത്തോട് വിരോധമുള്ള വേറെ പലരോടും ലോയലായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ കൂവി. നിങ്ങൾ അദ്ദേഹത്തെ കൂവേണ്ട ആവശ്യമില്ല. 75 വയസ്സ് വരെ ഒരു പാർട്ടിക്ക് വേണ്ടി കുന്നും മലയും കയറി നടന്നൊരു പാർട്ടി വളർത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ തെറ്റായിട്ടുള്ള തീരുമാനമാണെങ്കിൽ ആ തെറ്റായ തീരുമാനത്തെ ആശയപരമായി എതിർക്ക്. ഇപ്പൊ പിണറായി വിജയൻ കൂവിയോ? യഥാർത്ഥത്തിൽ ഈ തവണ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഇതേ TK ഗോവിന്ദൻ ചെന്ന് പിണറായി വിജയനെ കണ്ടിട്ട് എന്ത് ചെയ്തു? അതൊരു ബഹുമാനമാണ്. അല്ല, അത് ബഹുമാനം മാത്രമല്ല, TK ഗോവിന്ദൻ പറഞ്ഞ മറ്റൊരു വർത്താനവും കൂടി ഉണ്ട്. അതായത് എനിക്ക് പുള്ളിയോട് വലിയ സ്നേഹം തോന്നി. എനിക്ക് ആ സ്നേഹം തോന്നി വർത്താനം എന്ന് വെച്ചാൽ പുള്ളി പറയുന്നത്, പുള്ളി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്ത് ചെയ്തു, പിണറായി പുറകി പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനാകെ ബേജാറായി എന്ന് പറഞ്ഞു. മനസ്സിലായി?
അപ്പൊ പുള്ളി ബേജാറാകുന്ന ഒരു മനസ്സിപ്പോഴും പുള്ളിക്കുണ്ട്. അപ്പൊ അത്തരത്തിൽ മനസ്സുള്ള ആളുകളെ അപ്പുറത്തെ സൈഡിൽ നിർത്തി കൂവിയിട്ട് കാര്യമില്ല. കൂവിയത് കൊണ്ട് എന്ത് ചെയ്യില്ല, ജനം ഒന്നുകൂടി എന്ത് ചെയ്യും? ജി സുധാകരനെതിരെ കൂവി അയാൾ ജയിച്ചു. അല്ല, ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ആശയപരമായി ഒരാളെ എതിരിടുന്നതിന് പകരം ഗൗതത്തിനെതിരെ എനിക്ക് ഇവിടെ നിന്ന് കൂവാം, വേണമെങ്കിൽ എനിക്കെതിരെ ഗൗതത്തിന് ഇവിടെ നിന്ന് കഴിഞ്ഞോണം ഇതുപോലെ മുദ്രാവാക്യം വിളിക്കാം. ഇതൊന്നും കൊണ്ട് കാര്യമില്ല. ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമേ നിലനിൽക്കുള്ളൂ. മറ്റതൊക്കെ പ്രകടനമാണ്. കുറച്ച് ആളുകളൊക്കെ കൂടുതൽ കണ്ടേക്കും. അതിനും അപ്പുറത്തേക്ക് ഇവരെ കുറിച്ചുള്ള ധാരണകൾ എന്ത് ചെയ്യും? എതിരാവുകയാണ് ചെയ്യുക. ഈ ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാനും ഇപ്പൊ CPM കുറിച്ച് പോലും ഞാൻ പറയാനുണ്ട്. CPM ഇപ്പൊ ഉദാഹരണത്തിന് സ്മൃതി പരുത്തിക്കാടിരുന്ന് CPM-നെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്മൃതി പരുത്തിക്കാടിന്റെ ആരോപണത്തെ പൊളിച്ചെടുക്കാനുള്ള വസ്തുതകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അവരെ വേറെ ചീത്ത വിളിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ആ ചീത്ത വിളിക്കുന്നത് എന്ത് ചെയ്യുന്നറിയോ? ചീത്ത വിളിക്കുന്നത് 10 വോട്ടുകൾ കൂടി നഷ്ടപ്പെടുന്നു. സതീശന്റെ പിമ്പാണ് എന്ന് പറഞ്ഞു, സതീശന്റെ കീപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ഒരു പറയാൻ പോലും രീതിയിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഞാൻ പറയണത് ഞാനത് അത്ര വാക്കുകളൊന്നും ഉപയോഗിക്കാനോ കേൾക്കാനോ പോലും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഗൗതത്തിന് പലവട്ടം അറിയാം. വ്യക്തിപരമായി പോലും ഞാൻ അങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അതവിടെ നിന്നോട്ടെ. അല്ല, അത് പോട്ടെ, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ. അത്തരത്തിലുള്ള വാചകങ്ങൾ നിങ്ങൾ പറയുമ്പോൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന 10 പേരുടെ വോട്ട് കൂടി അപ്പുറത്തേക്ക് എന്ത് ചെയ്യും? പോവും. ജനമൊന്നും അത്ര വൃത്തികേടായിട്ടില്ല. ജനമൊന്നും അത്രക്ക് വൃത്തികെട്ട ആളുകളായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം അസ്വസ്ഥരാകുന്നത്? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാദങ്ങളെ പൊളിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങളുടെ കയ്യിൽ അതിനുള്ള വസ്തുതകളും ഫാക്റ്റും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പൊ അത് പൊളിച്ചാൽ പോരെ? മനസ്സിലായോ? പൊളിച്ചാൽ പോരെ? പലപ്പോഴും ഒക്കെ ചിലപ്പോൾ സ്മൃതിയുടെ പോലും അസഹിഷ്ണുതയൊക്കെ അവരെ എന്ത് ചെയ്യുന്നുണ്ടാവും, വികാരം കൊള്ളിക്കുന്നുണ്ടാവും. പക്ഷെ ആ വികാരം കൊള്ളേണ്ട പോലും ആവശ്യമില്ല. ഇനി എത്ര വികാരം കൊണ്ടാലും ഞാൻ സ്മൃതി പരുത്തിക്കാടിനെതിരെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ, ആശയപരമായിട്ട്. പക്ഷെ അതിന്റെ താഴെ ഞാൻ ഗംഭീരമായി പറയാനുണ്ട്, ഒരു കാരണവശാലും ഇതിന്റെ താഴെ വന്ന് നിങ്ങൾ ഒരാൾ പോലും മോശപ്പെട്ടൊരു കമന്റ് പോലും ചെയ്യരുത്. കാരണം അതിന്റെ ആവശ്യമില്ല. പിന്നെ അങ്ങനെയുള്ള ഒരാളുമല്ല. അവരൊരു നിലപാടെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു സ്ത്രീ ആയതുകൊണ്ടിട്ടാണ് ഈ വൃത്തിയുടെ പറയുന്നത്. ആണാണെങ്കിൽ പറയൂ, സ്ത്രീയാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അത് പറയരുത്. അതിപ്പോ നിഷാ പുരുഷോത്തമനാണെങ്കിലും സ്മൃതി പരുത്തിക്കാടാണെങ്കിലും നാളെ മാധു സജി ആണെങ്കിലും ഇനി വേറെ മറ്റേ സിന്ധു സൂര്യകുമാർ ആണെങ്കിലും നിങ്ങളത് പറയരുത്. അത് പറഞ്ഞാൽ നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുകയാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. റിനി ആൻഡ് ജോർജിനെ അതിക്രൂരമായിട്ട് പിച്ചി ചീന്തുന്നത് കാണാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഈ നാട്ടിലുണ്ട്. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. ബാക്കിയുള്ള സമൂഹം അത് ആഗ്രഹിക്കാത്ത ആളുകളാണ്. ഈ പറയുന്ന യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു കാര്യം ഞാൻ ഗൗതത്തിനോട് തിരിച്ചു പറയാം. രാഹുൽ മാങ്കൂട്ടമൊക്കെ മണ്ടത്തരം കാണിച്ചുകൊണ്ടാണ്. കയ്യിലൊരു സൈബർ സേന ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന ഉമാ തോമസ് അവര് മരിച്ചാ മതിയായിരുന്നു വീണപ്പ എന്ന് പറഞ്ഞതുപോലെ ഷാനിമോൾ ഉസ്മാൻ നീ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? അവരെ ഈ KK രമയെ അപഹസിച്ചത് മുതൽ യഥാർത്ഥത്തിൽ KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ഒരു ഇത് പോയിന്റ് ചെയ്യേണ്ടി വന്നത് മുതൽ ഇവര് വിചാരിച്ചു ഇവരെക്കാട് ജയിച്ചു എന്നാണ് വിചാരിച്ച. ഇവര് ജയിച്ചിട്ടില്ല. ഇവര് അനുദിനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മലർന്നു കിടന്ന് തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ മലർന്നു കിടന്ന് തുപ്പൽ എന്താണ്? വളരെ മോശമാണ്. ഞാൻ എൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന സ്മൃതി പരുത്തിക്കാടടക്കം മറ്റുള്ള നിഷാ പുരുഷോത്തമനടക്കം മറ്റു മാധ്യമ പ്രവർത്തകർക്കെതിരെ CPM ചെയ്തിട്ടുള്ള തെറ്റ് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയി അവർ വിമർശിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 കുട്ടികൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ഒരുത്തനെ വെറുതെ ഒന്ന് തള്ളുന്നു. ആ തള്ളുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ആ തള്ളിയവൻ ചെയ്തത് മോശമാണ് എന്ന് ജനം പറയാൻ നാക്കെടുക്കുമ്പോഴേക്കും തള്ളിയവൻ എന്ത് ചെയ്യാണ്? അപ്പുറത്ത് തന്നെ മൂക്കിടിച്ച് പരത്തി ചോര വരുത്തുകയാണെങ്കിൽ നമ്മൾ അറുപ്പം നിൽക്കും. നമ്മൾ മറ്റേ കുട്ടിയോട് പറയില്ലേ, നീ മൂക്കിടിച്ച് വരുത്തിയത് തെറ്റാണെന്ന്. അതുകൊണ്ടാണ് പ്രശ്നം. എല്ലാവരുടെയും ഒരു വലിയ വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിനൊരു കാരണമുണ്ട് സാറേ. ഇപ്പൊ സരിതയുടെ വിഷയം വന്നു. സരിത എങ്ങനെയാണ് എന്തേ രീതിയിലാണ് പ്രവർത്തിച്ചത് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പക്ഷെ സരിതയും റിനിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ ഭയപ്പെടണം, പേടിക്കണം. അതായത് സതീശന്റെ രഹസ്യ വീഡിയോ ഒരു ദിവസം റിനി പുറത്തു വിടുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇവന് സതീശനും വിശ്വാസമില്ല, സതീശൻ വൃത്തിയിട്ടവരാണെന്ന് ഇവൻ അറിയാം. അതാണ് ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സതീശനെ പഠിച്ച് റിനി മറ്റേ ബലാത്സംഗം ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞത് ആളുകൾ സോഷ്യൽ മീഡിയയിൽ എടുത്തുന്ന കമന്റുകളും അഭിപ്രായങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞോട്ടെ. റിനി സതീശനെ ബലാത്സംഗം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ പറയാൻ പറ്റാത്തടത്തോളം സതീശനും ഇത്തരത്തിലുള്ള ഒരാളാണെന്നാണ് നമ്മൾ പറഞ്ഞു നോക്കുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണയും ഈ ടോപ്പിക് ഉണ്ടായപ്പോ പറയാതെ വിട്ടൊരു കാര്യമാണ്. ഞാൻ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചാൽ, ഈ വിളിക്കുന്നവന്റെയും പറയുന്നവന്റെയൊക്കെ പെങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയൊക്കെ ഇട്ടോ സതീശൻ ഫോട്ടോ എടുത്താലും ആർക്കും ഇത് പറയാം. എന്ത് പറയാം? അവര് നാളെ പരാതിയായിട്ട് ഒരു വിട്ടാന്ന് പറയാം എന്ന് പറഞ്ഞാൽ അവർ വൃത്തികെട്ടവരാണെന്നാണ്. അപ്പൊ പറയുമ്പോഴേ ഇവനെ വേദന
മനസ്സിലാവുള്ളൂ. നാളെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഗൗതത്തിന്റെ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ മകളോ നമ്മൾ ഒരുമിച്ച് ഒരു ഫാമിലി ഫോട്ടോ സതീശനായിട്ട് എടുക്കുന്നു, പിണറായിട്ട് എടുക്കുന്നു, എക്സ് ആയിട്ട് എടുക്കുന്നു, വൈ ആയിട്ട് എടുക്കുന്നു, ഉടനെ തന്നെ ആർക്കും പറയാൻ പാടില്ല അങ്ങനെ മുട്ടയിക്കരുത് കേട്ടോ, സൂക്ഷിച്ചോ എന്ന് പറയാം. അതിലെല്ലാം മറ്റേ ബന്ധമേ കാണുള്ളൂ. ആ ബന്ധം കാണുന്നവന്റെ കുഴപ്പമാണ്. പിന്നെ ആ ബന്ധം കാണുന്നവര് ഈ സോഷ്യൽ മീഡിയ കിടന്നേ പുളക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവരൊന്നും പുറത്തു വന്ന ഒരു കമന്റും പറയില്ല, ഒരു വാക്ക് പോലും എന്ത് ചെയ്യില്ല പറയും. ശ്രദ്ധിച്ചു നോക്കേണ്ട ഗൗതം, കമന്റ് മാത്രമേ വരുള്ളൂ, ഒരു യൂട്യൂബ് വീഡിയോ പോലും വരില്ല. യൂട്യൂബ് വീഡിയോ ഇടുന്ന ചില ആളുകളുണ്ട്, അവർ പിന്നെ വളരെ പെയ്ഡായി കൃത്യമായി ആസൂത്രണമായി ചെയ്യുന്ന ഒരാളുകളാണ്. അതുപോലെ അത് വളരെ അപൂർവ ആളുകളല്ലോ. ഇപ്പൊ മിക്കവരും മഹാഭൂരിപക്ഷം പേരും ആ കമന്റ് പോലും ഇടില്ല, കമന്റ് മാത്രമേ ഇടുള്ളൂ, പുറത്തൊന്നും വീഡിയോ എന്ന് പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്ര വൃത്തികെട്ട മനസ്സാണെന്നും കേരള ജനത തള്ളിക്കളയുമെന്നൊക്കെ ആളുകൾക്കറിയാം. ഇനി അങ്ങനെ കേരള ജനത തള്ളിക്കളയാതിരിക്കുന്നൊരു കാലം വന്നാൽ പിന്നെ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. അത്ര ഉള്ള കാര്യം. ഇപ്പൊ റിനി രാഹുലിനെ കുറിച്ച് തുറന്നു പറയാനുള്ള ഒരു കാരണമുണ്ട്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് അയാളോട് പേഴ്സണലായിട്ട് യാതൊരു വിഷയമില്ല. ഇനി തുറന്നു പറയാനുള്ള ഒരു കാരണം അദ്ദേഹം നന്നാവണം എന്നുള്ളതായിരുന്നു താല്പര്യം. ഞാൻ അവോയ്ഡ് പോലും ചെയ്തില്ല ആദ്യം ഒരു മോറൽ ബിഹേവിയറിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ. പക്ഷെ ഇത് കുറെ അധികം സ്ത്രീകളുടെ അടുത്ത് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഇവർക്ക് ആ ഏതോ ഒരു നേതാവിന്റെയൊക്കെ പിന്തുണ കിട്ടി, അതിന്റെ പുറത്താണ് പറഞ്ഞതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഇനി ഈ സംഭവം തുറന്നു പറയണതിന് മുമ്പും ഗൗതം അറിയേണ്ടത്, ചില മാധ്യമ പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പറയേണ്ടത് വെച്ചിട്ടാണ്. നിരവധി പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരാളാണെന്നും ചാറ്റർജി എന്നാണ് പേര് നോക്കുക, അറിയാൻ പാടില്ലാത്ത ആരും തന്നെ ഇല്ല. ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം ടെലഗ്രാമിൽ മെസ്സേജ് അയക്കും, അത് കഴിഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. അപ്പൊ ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞാൽ എന്ത് സൂക്കേടാണെന്ന് ഗൂഗിൾ മനസ്സിലാക്കും. ഗൂഗിൾ പേയിൽ ഇതിപ്പോ അറിയാൻ പാടില്ലാത്ത പോലെ അഭിനയിക്കില്ല. അത് എക്സ്പ്ലെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്ത് ചെയ്തു, ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കും. അപ്പൊ ഇതൊക്കെ എന്താ ചാറ്റർജി എന്തൊക്കെ പറഞ്ഞ് പേരിട്ട് ആളുകൾ എന്ത് ചെയ്ത് വിളിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ പാവം മനുഷ്യൻ 10, 45, 50 വയസ്സുള്ള മനുഷ്യൻ ജോഡോ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശരിക്കൂല്ലേ ഇയാളൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നാണല്ലേ ഇയാൾക്ക് ഗൂഗിൾ പേയിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ? അതും ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ അപ്പൊ ഈ കേരളത്തിൽ ഭരണമില്ല, കേന്ദ്രത്തിൽ ഭരണമില്ല, പാവം പിടിച്ച രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുന്നു, 45 കണ്ടെയ്നറുകളുമായിട്ട് ഇന്ത്യ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആലോചിക്കണം. ഇപ്പൊ നമുക്കൊക്കെ ഇപ്പൊ പലർക്കും സ്ത്രീകളോട് മെസ്സേജ് അയക്കണം എന്നൊക്കെ ഉള്ളത് തോന്നുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ അതൊന്നും കൺട്രോൾ ചെയ്യാതെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവിടെയാണ് വിഷയം. ആ വിഷയത്തിന്റെ പുറത്താണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ റിനി ആൻഡ് ജോർജിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല എന്നുള്ളത് പോലും പറയാൻ ഇവനെ കൊണ്ട് പറ്റില്ല. ഗൗതവും ഞാനും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ വാട്സാപ്പ് ചാറ്റുകളിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ ഗൗതം? നമ്മൾ നേരിട്ട് കണ്ട് പറയാം, വാവുകൊണ്ടൊക്കെ പറയാം, അതൊക്കെ നമുക്ക് ഇല്ലെന്ന് പറയാം. പക്ഷെ ഡിജിറ്റൽ ഇലക്ട്രോണിക് തെളിവുകളൊന്നും തന്നെ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും വായിക്കാൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കുറഞ്ഞത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ വാട്സാപ്പിന്റെ ഓണറോ അല്ലെങ്കിൽ അവരോ വിചാരിച്ചാലെങ്കിൽ ഇത് എടുക്കാൻ പറ്റും. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തണം. അല്ലാതെ ടെലഗ്രാം ചാറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, 5 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, മറ്റേ അലിഞ്ഞില്ലാതായി പോകുന്നു, അതിൽ മാഞ്ഞു പോകുന്ന മെസ്സേജൊക്കെ കൊടുക്കാം. പക്ഷെ ഇപ്പോഴും സംഭവം കിടക്കും. ആ യാഥാർത്ഥ്യം ഇവരൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത്. ധാർമ്മികമായി ഇതിനകത്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളതും ഇത് വൃത്തികേടായി പോയി എന്നുള്ളതും ഇത് വഞ്ചനയും ചതിയുമാണ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ അന്നത്തെയും എന്നത്തെയും പ്രശ്നം. ഇതുപോലും ജനം സഹിക്കുമായിരുന്നു. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഞാൻ ഗൗതത്തെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തതിന് ശേഷം ഞാൻ ഗൗതത്തിനെ കയറി എൻ്റെ കീഴിലുള്ള ഭൂതഗണങ്ങളെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആക്രമിച്ച് ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഗൗതം. ഇപ്പൊ നടക്കുന്ന കാര്യം കേരളത്തിൽ അത്ര വൃത്തികെട്ട ആളുകളല്ല. നമ്മളൊക്കെ വൃത്തികെട്ടവന്മാരായിരിക്കും ഒരുപക്ഷെ, അല്ല. അപ്പം പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഇതൊക്കെ ചെയ്യാൻ എവിടുന്ന് സമയം കിട്ടുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വലിയ അത്ഭുതമായിട്ടുള്ളൊരു കാര്യം. കാരണം എന്താ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഗൗതത്തിനോട് പറഞ്ഞ ഇപ്പൊ പി ചിത്രരഞ്ജൻ എന്ന് പറയുന്ന ഒരാള് MLA ആയിട്ട് കുപ്പത്തോട് തോറ്റല്ലോ, ആലപ്പുഴയിൽ തോക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം ആലപ്പുഴയിൽ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. ഗൗതം ഒരു മുനിസിപ്പൽ കൗൺസിലറോട്, ഒരു പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചു. എൻ്റെ വീട്ടിലൊക്കെ കൗൺസിലർ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ പറയുന്നില്ല. ആ കൗൺസിലർ ഉണ്ടായപ്പോൾ രാവിലെ വെളുപ്പിന് 7 മണി മുതൽ 6:45 നമ്മൾ റെഡിയായി നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു 30 പേര് വീടിന് മുമ്പിലുണ്ടാവും. അപ്പൊ ആ 30 പേരെ കണ്ട് ഒരു 10 മണിക്ക് കണ്ടിട്ടേ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂ, ഇറങ്ങാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ടാണ് ഓഫീസിൽ പോകേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ജോലികൾ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടത്. ഇങ്ങനെ 150 തിരക്കിനിടക്കായിരിക്കും. ആ തിരക്കിനിടക്കാണ് ഗൗതം അറിയുന്നത് എന്ത് ചെയ്യാൻ, വാട്സാപ്പിലും ടെലഗ്രാമിലും ബ്ലോക്ക് ചെയ്ത ആളെ എന്ത് ചെയ്തു, ഗൂഗിൾ പേയിൽ മനസ്സിലായി. സ്ത്രീ പുരുഷന് സ്ത്രീ ഒരു വീക്ക്നെസ് ആണ്, സ്ത്രീക്ക് പുരുഷന് ഒരു വീക്ക്നെസ് ആണ്. അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമല്ല. പക്ഷെ ഇതിലൊക്കെ ഒരു കൺട്രോൾ വേണ്ടേ? പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, ഒരു MLA ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ
സ്ത്രീക്ക് പുരുഷന് വീക്ക്നെസ് ആണ്, പുരുഷന് സ്ത്രീക്ക് വീക്ക്നെസ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആ വീക്ക്നെസ്സിന്റെ അകത്തുകൂടി മറ്റൊരു കാര്യം കൂടി ഉണ്ടാവാറുണ്ട്. എനിക്കറിയില്ല ഗൗതത്തിന്റെ കാര്യം. എൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞാൽ നമുക്ക് അവരോട് പ്രണയമുണ്ടാവാം, സ്നേഹമുണ്ടാകാം, അതിനോടൊപ്പം ഇതും കൂടി ഉണ്ടാവും. അല്ലാതെ എങ്ങനെയാണ് ഇത് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നത് കാണുന്ന എല്ലാവരോടും തോന്നുന്നത് എന്നുള്ളത് വളരെ ഈ പറഞ്ഞ പോലെ മെന്റലി ഉള്ള പ്രോബ്ലം ആണ്. നമുക്കിപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു, നമുക്ക് അവരോട് സ്നേഹമുണ്ടാകും, ഇഷ്ടമുണ്ടാകും, അന്നേരമൊക്കെ എന്ത് ചെയ്യാം ഇതൊക്കെ തോന്നും. പക്ഷെ ഇതല്ലാതെ രാവിലെ ഒരാളെ പരിചയപ്പെട്ടു അപ്പം തന്നെ എന്ത് ചെയ്യുന്നു ഇത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ മാനസികമായി പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ പോയി ചികിത്സിക്കേണ്ടതാണ്. ചികിത്സ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം തിരിച്ചിടാം. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട്. ഇത് നിങ്ങൾ അങ്ങനെ അവരെ വഞ്ചിച്ചു, പറ്റിച്ചു, അവരെ കള്ളങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്തു, അവരുടെ ഈ പറഞ്ഞ പോലെ ശാരീരികമായ കാര്യങ്ങൾ മാത്രം നേടിയെടുക്കുന്നതിന് കള്ളങ്ങൾ പറഞ്ഞ് വഞ്ചിച്ചു. ഇതെല്ലാം ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ മഹാവൃത്തികെട്ടവരാണെന്നുള്ളത് നിങ്ങൾക്കൊരു സന്നദ്ധ സേന ഉണ്ടെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിക്കുകയും അവരെ വേട്ടയാടുകയും ചെയ്യുന്ന പണിക്കൊന്നും ഒരാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളിലൊക്കെ പല രീതിയിലുള്ള വൃത്തികേടുകൾ ഉണ്ടാകും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല. ഒരു MLA ആയിരുന്നു, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അയാൾ കാണിക്കേണ്ട ധാർമ്മികതയിൽ നിന്ന് അയാൾ വ്യതിചലിച്ചു പോയി. അതിന്റെ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. നിയമസഭയിൽ എത്താൻ പറ്റാതെ പോയത്. ഒരു പബ്ലിക്കായിട്ടൊരു കാര്യം പറയാം ഗൗതമിനോട്. ഗൗതം വിചാരിക്കുന്ന പോലെയല്ല. സാധാരണക്കാരാണ് കുറച്ചുകൂടി മര്യാദക്കാരുണ്ടാവും. നമ്മളിപ്പോൾ പറഞ്ഞു പോയ കൂടുതൽ പറയുന്നുണ്ട്. ഇപ്പൊ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആളുകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ രാജപ്പനോ അല്ലെങ്കിൽ അവറാച്ചൻ ചേട്ടനോ അല്ലെങ്കിൽ അബൂബക്കറിനെ പോലെയോ രാവിലെ വന്ന് പണിയെടുത്ത് വൈകുന്നേരം വീട്ടിൽ കയറി ഒരാളെ ഉപദ്രവിക്കാത്ത ആളുകളല്ല. ഇസ്സാഖ് റബീനും യാസർ അറാഫത്തും ഒക്കെ നിരവധി പേരെ കൊന്നൊടുക്കിയവരാണ്. പക്ഷെ അവർക്ക് നൊബേൽ സമ്മാനം കിട്ടാറുണ്ട്. എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന വലിയ മുഖ്യമായിട്ടുള്ള കസേരകളിൽ ഇരിക്കുന്ന പലർക്കും ഇതിനുള്ള സൗകര്യങ്ങൾ കൂടും. ഒന്ന്. രണ്ടാമത്തത് അവരോട് ആളുകൾക്കും വലിയ മതിപ്പ് തോന്നും. ആ മതിപ്പ് തോന്നുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഒപ്പം ഒരു ജീവിതം ഉണ്ടായാൽ കുറെ കൂടി സുന്ദരമായിട്ട്, കുറെ കൂടി ലക്ഷറി ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ കുറെ കൂടി വലിയ പ്രസക്തിയും കുറെ കൂടി വലിയ അധികാരവും കിട്ടുമല്ലോ എന്നൊക്കെയുള്ള തോന്നൽ പല ആളുകൾക്കൊക്കെ ഉണ്ടാവും. ആ കാര്യത്തെ യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായി ആളുകൾ ഒരുപാട് അടുത്തൊക്കെ വരും. ആ അടുത്ത് വരുമ്പോഴും കൂടി തടഞ്ഞു നിൽക്കാൻ പറ്റണമെങ്കിൽ അപാരമായിട്ടുള്ള മനക്കരുത്ത് വേണം. നമുക്കൊരു സാഹചര്യം അനുകൂലമല്ലെങ്കിൽ നമുക്ക് മനക്കരുത്ത് ഉണ്ടാകുന്ന പോലെയല്ല, സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ എന്ത് ചെയ്യുന്നു മനക്കരുത്ത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ എന്താ, ഈ കേരളത്തിലെ ഏതൊരു പെൺകുട്ടിക്കും മറ്റേ വാർത്തകളിലൊക്കെ കാണുന്നു, നിറഞ്ഞു നിൽക്കുന്നു, നാളെ മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാൾ, MLA ആകാൻ സാധ്യതയുള്ള ഒരാൾ, അതുപോലെ മുഖ്യമന്ത്രി വരെ എത്താൻ സാധ്യതയുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടെ എല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ്. അപ്പൊ അയാളോടൊരു അടുപ്പമാകാം, ബന്ധമാകാം, സൗഹൃദമാകാം, അയാൾക്ക് തന്നോട് പ്രണയമാണെന്ന് പറഞ്ഞ് ഓടിച്ചാടി സമ്മതിക്കാം എന്നൊക്കെ തോന്നും. അപ്പൊ അത്തരം കാര്യങ്ങളെ നിങ്ങളുടെ ഒരു അധികാര കേന്ദ്രങ്ങളെ മിസ്യൂസ് ചെയ്യരുത്. അതൊരു ജില്ലാ കളക്ടർ ആയിരുന്നാലും ഒരു MLA ആയിരുന്നാലും ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പദവിയിൽ ഇരുന്നാലും ഒക്കെ തന്നെ അങ്ങനെയുള്ള ആളുകളാണ്. അത് മിസ്യൂസ് ചെയ്യാൻ ഒരാൾ തീരുമാനിക്കുമ്പോഴുള്ള ദുരന്തമാണിത്. ആ ദുരന്തമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.